ഏ അത് ദേശാഭിമാനിയുടെ ഒരു കാര്യമാണ്. ഞങ്ങളതിപ്പോൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇതുവരെ KR അജയനായിരുന്നു ചുമതല. അല്ല, അതൊക്കെ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശാഭിമാനിയിൽ ഓരോ കാര്യങ്ങൾക്കും ആർക്കൊക്കെ ചുമതല, ഞങ്ങൾ ഈ ചുമതലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ടല്ലോ. ഞങ്ങൾ ഈ ചുമതലകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊരു പത്രം എന്ന നിലയിൽ ഞങ്ങളുടെ അവകാശമാണ്. കഴിഞ്ഞ ആഴ്ച വരെ ഇനി എന്തെങ്കിലും മുക്കി എന്നുള്ള അല്ല, നിങ്ങൾ ചിലർ കൊടുത്ത വാർത്തയാണ് മുക്കി. വാരാന്ത പതിപ്പിലേക്ക് ഇനി അങ്ങനെ ഒരു ലേഖനം വന്നു എന്നിരിക്കട്ടെ, അത് പ്രസിദ്ധീകരിക്കേണ്ട തീരുമാനിച്ചാൽ മുക്കി എന്നോ? എവിടെ നിന്നാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത്? നിങ്ങളുടെ വാരാന്ത പതിപ്പിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന നൂറുകണക്കിന് സൃഷ്ടികളിൽ നിങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി 99 നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു. അതിന് മുക്കി എന്നാണോ പറയുക? അതിന് മുക്കി എന്നാണോ പറയുക? അത് തീർത്തും അനുചിതമായി പോയി. അത് ശരിയായില്ല എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയുന്നു. കള്ളൻ വിജയൻ എന്ന ലേഖനം ദേശാഭിമാനിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങേണ്ടിരുന്ന വാരാന്ത്യ പതിപ്പിൽ വരും എന്ന വിവരം അത് എഴുതിയ ആൾക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ സ്വരാജ് പറയുന്നത് പോലെ ഇപ്പോൾ X or Y ഒരാൾ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ ഒരു പങ്ക്തി, ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു നിരൂപണം, ലേഖനം അയച്ചു തന്നിട്ട് അത് വരാത്തതല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹത്തോട് നിരന്തരം ദേശാഭിമാനിയിൽ നിന്ന് ചുമതലയുള്ള ആൾ ബന്ധപ്പെടുന്നു. ആരാ പറഞ്ഞത്? അദ്ദേഹത്തോട് ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഇതിന്റെ ചുമതലയുള്ള ആൾ. ചുമതല എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയിൽ ഓരോരുത്തർക്കും ചുമതലയുണ്ട്. ഒരാൾക്ക് മാത്രമൊന്നുമല്ല ചുമതല, ഒരാൾക്ക് മാത്രമൊന്നുമല്ല ചുമതല. അല്ല, നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളോട് ചോദിക്കുക. ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്ന രീതിയില്ല. ആ ആളോട് ചോദിക്കൂ. നോ നോ നോ, അത് നിങ്ങളുടെ ആരോപണമാണ്. ഇപ്പൊ അല്ല പറയട്ടെ, പറയുന്നതിനിടയിൽ പറയരുത്. നിങ്ങൾ ചോദിക്കൂ. ഒരു മിനിറ്റ്. ഉത്തരവാദിത്തപ്പെട്ട M സ്വരാജ് ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള ആളാണ്. ഞാനൊരു ലേഖനം താങ്കൾക്ക് തരുന്നു, അത് പ്രസിദ്ധീകരിക്കുമെന്ന് M സ്വരാജ് പറഞ്ഞാൽ അതിനർത്ഥം അത് ദേശാഭിമാനി പറയുന്നതായിട്ട് തന്നെയാണ്. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു എന്ന് പറയാണ്. പറഞ്ഞു നിങ്ങൾ പറയാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബോധ്യത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. അതെ അതെ, അല്ല വിവരം, ആ വിവരം നിങ്ങൾ ഈ പറഞ്ഞു എന്ന ആളോട് പറയുക, ചോദിക്കുക. ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ദേശാഭിമാനിയിലെ ഒരു ജീവനക്കാരനാണ് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ ഉത്തരവാദിത്തമുള്ള ആളോട് ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ KR അജയനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ, അതല്ല നടപടി എടുത്താലും ഇല്ലെങ്കിലും അത് ദേശാഭിമാനിയുടെ ആഭ്യന്തര കാര്യമാണ് എന്നാണ് നിലപാട്. അതൊന്ന് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു. ക്ലാരിറ്റിയോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ക്ലാരിറ്റി വരാത്തതെന്നാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം ക്ലാരിറ്റി വരുമെന്ന്. ഇല്ലെങ്കിൽ ക്ലാരിറ്റി വരുന്നവരെ നമുക്ക് പറഞ്ഞു നോക്കാം. ദേശാഭിമാനിയുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചും സ്ഥാപനത്തിൻ്റെ പൊതു അച്ചടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചും ആവശ്യമായ ഘട്ടങ്ങളിൽ നടപടികൾ എടുക്കാറുണ്ട്. അത് നിങ്ങളുടെ എല്ലാം സ്ഥാപനങ്ങളിൽ എടുക്കാറുണ്ട്. അത്തരം നടപടികൾ മറ്റു മാധ്യമങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ മാധ്യമങ്ങൾ വരുന്ന അത്തരം നടപടികൾ ഞങ്ങളുടെയും വിഷയമല്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന നടപടികൾ നിങ്ങളുടെയും വിഷയമല്ല. അതെല്ലാം ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. അതിൽ ദേശാഭിമാനിയുടെ കാര്യത്തിൽ കടന്നു കയറാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒന്ന്, അത് പൊതു നിലപാട്. ഇപ്പോൾ ഞങ്ങൾ ദേശാഭിമാനിയിൽ ആരുടെ പേരിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് ഞാൻ ദേശാഭിമാനിയുടെ സൗമനസ്യം കൊണ്ട് പറയുന്നതാണ്. ഞാൻ ചോദിച്ചാൽ നിങ്ങളോ, നിങ്ങൾ ചോദിച്ചാൽ ഞാനോ മാധ്യമം എന്ന നിലയിൽ പറയാൻ ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. ക്ലാരിറ്റി ആയോ? അല്ല, നിങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന് കണ്ടോട് ചോദിച്ചാ. നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട്. ശരി ശരി, പറയൂ 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 പറയൂ. അത് ദേശാഭിമാനിയുടെ ഒരു കാര്യമാണ്. ഞങ്ങളതിപ്പോൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇതുവരെ KR അജയനായിരുന്നു ചുമതല. അല്ല, അതൊക്കെ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശാഭിമാനിയിൽ ഓരോ കാര്യങ്ങൾക്കും ആർക്കൊക്കെ ചുമതല, ഞങ്ങൾ ഈ ചുമതലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ടല്ലോ. ഞങ്ങൾ ഈ ചുമതലകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊരു പത്രം എന്ന നിലയിൽ ഞങ്ങളുടെ അവകാശമാണ്. കഴിഞ്ഞ ആഴ്ച വരെ KR അജയനായിരുന്നു ചുമതല. നിങ്ങൾ ഈ പറയപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ വിവാദത്തിന്റെ കാര്യങ്ങളിൽ. എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ വിശദീകരിച്ച 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നവരാണ്. അത് ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അങ്ങനെ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും ഒരു നടപടി വരെ ഇല്ല.